ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നേ. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും പതിവിൽ നിന്ന് ഒരുപാട് കറികൾ ഞങ്ങൾ കണ്ടു. അല്ല, ഞാൻ കണ്ടു. സാധാരണ ഉച്ചയ്ക്ക് 1-2 കൂട്ടം കറി ആയിരിക്കും ഉണ്ടാകാറുള്ളത്. അപ്പോഴാണ് ഇവിടെ അച്ഛൻ എനിക്ക് പറഞ്ഞത്, ഇന്ന് ഞാൻ ജിമ്മിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്തോട്ടെ, എന്റെ വർക്കൗട്ടൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും അമ്മച്ചിയും കൊച്ചുമോളും അച്ചുവും ഇവര് എല്ലാവരും എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഇങ്ങനത്തെ കറി ഉണ്ടാക്കത്തില്ലല്ലോ, അപ്പൊ ഇത്രയും കറി ഉണ്ടാക്കത്തില്ല. അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. കറി കാണിക്കാതെ, അതായത് ചോറ് ആസ് യൂഷ്വൽ, പപ്പടവും ഓക്കെ, പിന്നെ തോരനുണ്ട്. ആക്ച്വലി ഇത് ഇന്ന് ഇവിടെ ഉണ്ടാക്കിയ തോരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം കാരണേ കഴിഞ്ഞ ദിവസം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞേ. അല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ചേട്ടന്റെ വീട്ടില് ഒരു അന്ന് തോരൻ കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ആ തോരനെ വെച്ചായിരുന്നു. അല്ല, എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇത് കൂർക്ക മെഴുക്കുവരട്ടി, കൂർക്ക. ഇത് ചീരത്തോരൻ അല്ലേ, ചീര. ഇത് ചൊറക് കറി, പിന്നെ ഇത് മത്തി, പിന്നെ പുളിശ്ശേരി അല്ലേ. ചേട്ടാ ആക്ച്വലി മത്തി അങ്ങനെ വീട്ടിൽ നിന്ന് കഴിക്കാറില്ല. ഞാൻ എപ്പോഴും മത്തി കഴിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എന്താ പറയണ്ട, മസാലയൊക്കെ ഇട്ട മത്തിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരുപാട് ഫ്രൈ ഒന്നല്ല എന്നാ തന്നെ. അപ്പം ഇപ്പൊ കൊച്ചുമോൾ എനിക്ക് വന്നപ്പോ പറഞ്ഞു, ചേട്ടാ കഴിക്കണല്ലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊന്നുമില്ല, നല്ല മസാല. നമ്മള് പുറത്തുനിന്ന് കഴിക്കുന്ന മസാലയുടെ ഒരു ഫീൽ ഉണ്ട്. ഇതാരൊക്കെ ഉണ്ടാക്കിയതെന്നറിയാവാ? ഇത് ചേച്ചി, ഇത് അമ്മ, ഇത് ഞാന്, ഇത് ഞാന്, ഇത് ഞാന്, ഇത് വീണ്ടും അമ്മ, ഇത് ചേച്ചി. അല്ല, എന്നാലും ചെയ്യണമല്ലോ, വെറുതെ പപ്പടമാകത്തില്ലല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ഉച്ചഭക്ഷണം കഴിച്ചത് പറയുക. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. ബൈ.